അതെ, ഇപ്പോഴും ഇൻഡോർ പ്ലാന്റ് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ അറിയാത്ത ഒത്തിരി പേരുണ്ടല്ലേ. എന്തൊക്കെ ചേർക്കണം, എന്തൊക്കെ ചേർക്കരുത്, എന്തൊക്കെ ചേർത്താലാണ് ഉണ്ടാവുക അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ 2 കപ്പ് വെർമി കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് മണ്ണെടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ 2 കപ്പ് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് മണലാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 1 കപ്പ് പെർലൈറ്റ്, പിന്നെ 2 സ്പൂണോ അല്ലെങ്കിൽ 1 സ്പൂണോ സ്യൂഡോമോണാസ് ചേർത്ത് കൊടുക്കാം. സ്യൂഡോമോണാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാഫ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു ജൈവവളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, സമൃദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ഒരു ജൈവവളം നല്ലതാണ് കേട്ടോ, പക്ഷേ വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു ചിരട്ടയാണ് ഈ ഒരു മിക്സിലോട്ടേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പോട്ടി മിക്സാണ് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് എല്ലാ ചെടികൾക്കും എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ ചെടി വെക്കാൻ ഉദ്ദേശിക്കുന്ന പോട്ട് എടുക്കുക. അതിലേക്ക് 1 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ ഈ ഒരു പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ സെൻറ്ററിലായിട്ട് ചെടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത ഇൻഡോർ പ്ലാന്റ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് വെച്ചതിന് ശേഷം ബാക്കി പോട്ടി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സ് ചേർത്തിട്ട് ഒരുപാട് ചെടികളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് വന്നിട്ടുണ്ട്, മാഷാ അല്ലാഹ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ചെടിയൊക്കെ വെച്ച് ഉടനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി, സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.